നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഷോക്കിലാണ് ഞാൻ. കേരളം കാത്തിരുന്ന ആ ശബരിമല വിഷയത്തിൽ ഇപ്പോൾ വന്ന വാർത്ത കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുരോഗമനപരമായ മൂല്യങ്ങളും തുല്യതയും എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഇങ്ങനെയൊരു നടപടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ അവരുടെ നിലപാട് പാടെ മാറ്റിയിരിക്കുകയാണ്. പണ്ട് സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെ അനുകൂലിച്ച സത്യവാങ്മൂലം നൽകിയ അതേ ബോർഡ് ഇപ്പോൾ കോടതിയിൽ അത് പിൻവലിക്കാൻ പോകുന്നു. പകരം പണ്ടത്തെ ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും നിലനിർത്തണം എന്നാണത്രേ ഇനി വാദിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയമായ തിരിച്ചടികൾ പേടിച്ചാണോ ഇങ്ങനെ പെട്ടെന്ന് കളം മാറ്റിയത് എന്ന് ചിന്തിച്ചു പോകുന്നു. പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തതും അതിനുവേണ്ടി വലിയ മൂവ്മെന്റ് നടന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ 2019 തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയത് കൊണ്ടാകാം ഇപ്പോഴത്തെ ഈ പിന്നോട്ടുള്ള പോക്ക്. സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് ഏപ്രിൽ 7 മുതൽ ഈ കേസ് വീണ്ടും കേൾക്കാൻ തുടങ്ങുകയാണ്. കേന്ദ്ര സർക്കാരും ഇപ്പോൾ റിവ്യൂ ഹർജികളെ പിന്തുണയ്ക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെക്കുറിച്ചും മതാചാരങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വലിയൊരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ എപ്പോഴും മാറ്റത്തിന് വേണ്ടി നിൽക്കുന്നവർ പോലും ഇങ്ങനെ പാരമ്പര്യത്തിന് വേണ്ടി നിലപാട് മാറ്റുന്നത് കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണോ ഈ മലക്കം പറിച്ചിൽ എന്ന് സാധാരണക്കാർ സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും ഈ പുതിയ തീരുമാനം വലിയൊരു ചർച്ചയ്ക്ക് വഴിമാറുമെന്ന് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.